ഇതെന്തു പരീക്ഷണമാണ് റഹ്മാനെ? അബ്ദുള്ള രാജാവ് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആസുറ ബിവിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു രാവ്. അബ്ദുള്ള രാജാവിന് ആ ബംഗ്ലാവിൽ താമസം അതാണ് സമ്മാനിച്ചത്. എന്നാൽ കൂടെ വന്നവർക്ക് രാജകീയമായ സ്വീകരണത്തിൽ മതിമറന്ന് സന്തോഷത്തോടു കൂടെ കൂർക്കം വലിച്ചുറങ്ങി. അന്നും പ്രഭാതം പൊട്ടിയുണർന്നു. പകലിന്റെ പൊൻകിരണങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രസന്നതയുണ്ട്. എന്തായിരിക്കും കാരണം? പതിവിലും ഉന്മേഷത്തോടെയാണ് പക്ഷിപ്പറവകൾ അന്നത്തെ പ്രഭാതത്തെ എതിരേറ്റത്. ആനന്ദകരമായ ഒരു സുദിനം. രാജസഭ കൂടുന്നതിനു മുമ്പ് തന്നെ സദസ്സിലെ ഇരിപ്പിടങ്ങളെല്ലാം നിറഞ്ഞു. എല്ലാവരുടെയും ഹൃദയത്തിൽ ശുഭകരമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ആർക്കും എന്താണ് ഇവിടെ നടക്കുക എന്നതിന്റെ ഒരു രൂപവുമില്ല. അവരെല്ലാം വരാൻ പോകുന്ന നിമിഷങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. യമനിലെ രാജാവും മന്ത്രിമാരും തങ്ങളുടെ ഇരിപ്പിടങ്ങൾ ആസന്നരായി. ബീവി ആസുറ രാജസദസ്സിലേക്ക് തനിക്ക് പ്രത്യേകമായ സ്ഥാനത്ത് ഒരു മറയുടെ പിന്നിലിരുന്നു. രാജകീയാതിഥികൾക്കും അവരുടെ സ്ഥാനമാനങ്ങൾക്കും അനുസൃതമായുള്ള ഇരിപ്പിടങ്ങൾ നൽകപ്പെട്ടിരുന്നു. എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. തങ്ങളുടെ രോഗവിവരങ്ങൾ ഓരോരുത്തരായി ചുരുക്കി വിവരിക്കാൻ ബീവി കൽപ്പിച്ചു. അങ്ങനെ ആദ്യമായി അബ്ദുറഹ്മാൻ തൻ്റെ കണ്ണിൻ്റെ രോഗത്തെക്കുറിച്ച് വിവരിച്ചു. പിന്നീട് 4 സേവകന്മാർ, പ്രഭുവിൻ്റെ വീട്ടിലെ വേലക്കാരൻ, 300 ദീനാർ നൽകി മോചിപ്പിക്കപ്പെട്ടവൻ, കപ്പിത്താൻ മുതലായ എല്ലാ രോഗികളും തങ്ങളെ അലട്ടിയിരിക്കുന്നതായ മാരക രോഗങ്ങളെക്കുറിച്ച് വിവരണം നടത്തി. ബീവിയും രാജാവും സദസ്സുമെല്ലാം അവരുടെ രോഗവിവരങ്ങൾ കേട്ടു. ബീവി എന്തെങ്കിലും ഉടൻ പ്രതിവിധി ചെയ്യും. അങ്ങനെ അവരെയെല്ലാം ഇത്രയും കാലം പീഡിപ്പിച്ചു കൊണ്ടിരുന്ന രോഗങ്ങൾ സുഖപ്പെടും. ഈ പ്രതീക്ഷയായിരുന്നു സദസ്സർക്കെല്ലാം. ഹക്കീമിനെ അവർക്കെല്ലാം അത്ര കണ്ട് മതിപ്പായിരുന്നു. പക്ഷേ അവരുടെയെല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് കാര്യങ്ങൾ നീങ്ങിയത്. രോഗവിവരങ്ങൾ കേട്ട ശേഷം ബീവി പറഞ്ഞു, ജീവിതത്തിൽ വിശുദ്ധിയാണ് മനുഷ്യർക്ക് ആവശ്യം. സത്യസന്ധത വിശുദ്ധിക്ക് മാറ്റുകൂട്ടുന്നു. പാപപങ്കിലമായ ജീവിതത്തിന് പലപ്പോഴും ഐഹിക ശിക്ഷ തന്നെ ലഭിക്കുന്നത് കാണാം. നിങ്ങളുടെയെല്ലാം രോഗവിവരങ്ങളിൽ നിന്നും എല്ലാവരും അതിനീചമായി എന്തോ ഒരു അപരാധം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. മാത്രവുമല്ല, അവ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരവർ പ്രവർത്തിച്ച നീച പ്രവൃത്തികളെ ഈ മജ്ലിസിന്റെ മുമ്പിൽ തുറന്നു പറയണം. അതിനുശേഷം പ്രതിവിധിയെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. ആ പ്രസ്താവന കേട്ട് എല്ലാവരും മെഴിച്ചിരിക്കുകയാണ്. ഒരു സൂചി വീണാൽ ശബ്ദം കേൾക്കത്തക്ക ശ്മശാന മൂകതയാണ് അവിടെ. ആരും ഒന്നും തന്നെ ഊരിയിടില്ല. അബ്ദുള്ള രാജാവാണ് ആ നിശബ്ദതയെ മുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാര്യമായ എന്തോ ഒരു സംശയം കടന്നുകൂടിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യം? എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. അയാൾ സഹോദരൻ്റെ നേരെ നോക്കി ഗർജിച്ചു. അബ്ദുറഹ്മാനെ, ഹക്കീം പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് നീ ചെയ്ത തെറ്റ്? ആദ്യം അത് തന്നെ പറയൂ. എനിക്ക് നിന്നെക്കുറിച്ച് കാര്യമായ സംശയമുണ്ട്. സഹോദരൻ്റെ കൽപ്പന കേട്ട് അബ്ദുറഹ്മാൻ ഭയപ്പെട്ടു. താൻ ഭയപ്പെട്ട നിമിഷങ്ങൾ നിലച്ചിരിക്കാതെ വന്നു ചേർന്നിരിക്കുകയാണ്. എല്ലാ തെറ്റുകളും ഏറ്റുപറയേണ്ട സമയം ഇവിടെ ആസന്നമായിരിക്കുന്നു. വിഭ്രാന്തിയിൽ അബ്ദുറഹ്മാൻ വിയർത്തു. സംഭ്രമത്തോടെ വിറച്ച് അയാൾ മൊഴിഞ്ഞു തുടങ്ങി.